അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് വായനാ ദിനമായിട്ട് നമ്മളെല്ലാവരും കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ വായന മനുഷ്യനെ എത്രത്തോളം ചിന്തിപ്പിക്കാനും ഉണർത്താനുമൊക്കെ ഏറെ സഹായകമായ ഒരു കാര്യമാണ് വായന. നല്ല വായന നല്ല ചിന്തകളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും. അത്തരം ചിന്തകൾ മനുഷ്യനുണ്ടാകുമ്പോൾ മനുഷ്യൻ യഥാർത്ഥത്തിലേക്ക് മനുഷ്യനെത്തും. അപ്പോൾ യഥാർത്ഥ ചിന്തകളിലേക്ക്, യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതും മനുഷ്യനിക്ക് എത്താൻ സൗകര്യം ചെയ്യുന്നതുമൊക്കെ നല്ല വായനകളാണെന്ന് പറയാൻ സാധിക്കും. ഖുർആനിൻ്റെ അവതരണം തന്നെ അങ്ങനെയാണല്ലോ. ജബലന്നൂർ പർവ്വതത്തിൻ്റെ മുകളിൽ ഹിറാ ഗുഹയിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്കാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നത്, ഇഖ്റ, വായിക്കൂ നബിയെ. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി തങ്ങൾ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാളായിരുന്നു. ഒരാളുടെ മുമ്പിൽ നബിതങ്ങൾ പോയി പഠിച്ചിട്ടില്ല. ആ നബിതങ്ങളുടെ മുമ്പിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറയുന്നത്, വായിക്കും. ആദ്യം പറഞ്ഞപ്പോൾ നബിക്കാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. രണ്ടാമതും പറഞ്ഞു വായിക്കൂ, ഇപ്പോഴും പറഞ്ഞു എനിക്കറിയില്ല. മൂന്നാമത് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അണച്ചുകൂട്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിച്ചു. അപ്പോഴാണ് ഖുർആനിൻ്റെ ആദ്യ അവതരണം പൂർത്തിയാകുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിൻ്റെ നാമത്തിൽ അങ്ങ് വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒരു രക്തകഷ്ണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനാണവൻ. ഇഖ്റ വറബ്ബുക്കൽ അക്രം, ഒന്നും കൂടെ ഖുർആൻ പറയുന്നു, വായിക്കൂ നബിയെ, അങ്ങയുടെ റബ്ബ് ഏറ്റവും ആദരണീയനും ബഹുമാനിയുമാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, എങ്ങനത്തെവനാണവൻ? പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണവൻ. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനിക്കറിയാത്തത് പഠിപ്പിച്ചു അവൻ. ഇവിടെ 2 പ്രാവശ്യം ഇഖ്റ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൻ്റെ ഒരു അവതരണത്തിൻ്റെ ഒരു ഭംഗി നമ്മളൊന്ന് ചിന്തിച്ചാൽ പൂർണ്ണമായൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, എങ്കിലും നമുക്കതിൻ്റെ അല്പാൽപ്പം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. വായിക്കുക, പഠിക്കുക, പേനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എഴുതുക. അപ്പോൾ വായന, പഠനം, എഴുത്ത്, ഈ കാര്യങ്ങളെയാണ് മനുഷ്യനെ അല്ലാഹു തആല നന്നാവാനും നന്മയിലേക്ക് കൊണ്ടുവരാനും അല്ലാഹു തആല മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ യുദ്ധം ചെയ്യണമെന്നല്ലല്ലോ അല്ലാഹു പറഞ്ഞത്. നിസ്കരിക്കണമെന്നും അല്ല ആദ്യം പറഞ്ഞത്. ഹജ്ജ് ചെയ്യണമെന്നാണോ? അല്ല. നല്ല മനുഷ്യനാകണമെന്നാണോ? അങ്ങനെയും അല്ല പറഞ്ഞത്. പക്ഷേ
ഈ ഇഖ്റയിലൂടെ അതൊക്കെ സാധ്യമാവുകയും ചെയ്യും. വായനയുണ്ട്, പഠനമുണ്ട്, നിസ്കാരമുണ്ട്, ഇബാദത്തുണ്ട്, തെറ്റുകൾക്കെതിരെ ശബ്ദിക്കൽ, കുറ്റകൃത്യങ്ങൾക്കെതിരെ സംഘടിക്കൽ, അനീതിക്കെതിരെ ശബ്ദിക്കൽ, എല്ലാം പെട്ടു. എല്ലാം മനുഷ്യൻ്റെ സാമൂഹിക, സാമ്പത്തിക, ആത്മീയ, വിദ്യാഭ്യാസ, കുടുംബ മേഖലകളെ മുഴുവനും പ്രതിപാദിക്കുന്ന ഒരു തരത്തിലേക്ക് മനുഷ്യനിക്ക് ഉയരാനും വളരാനും സാധിക്കുന്നത് നല്ല വായന മനുഷ്യനിൽ ഉണ്ടാകുമ്പോഴാണല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ജബലന്നൂർ, പ്രകാശത്തിൻ്റെ മല എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ മുകളിലാണ് ഖുർആനിൻ്റെ അവതരണം പൂർത്തിയായത്. ഖുർആൻ ആദ്യമായി പറഞ്ഞതും വായനയാണ്. ഖുർആൻ ആദ്യമായി ഒരു ആയുധത്തിൻ്റെ പേര്, ഒരു ഉപകരണത്തിൻ്റെ പേര് പറഞ്ഞതും പേനയാണ്. അപ്പം പേന, വായന, ഇതെല്ലാം മനുഷ്യനെ നന്മയിലേക്ക്, മനുഷ്യനിക്ക് നല്ല ഒരു ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പുസ്തകമാണ്. ആ പ്രപഞ്ചമാകുന്ന പുസ്തകത്തെ കാണാനുള്ള ഒരു കണ്ണാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയം തെളിഞ്ഞതാവണം, അതിൽ കരടുകൾ വരാൻ പാടില്ല, അതിന് മറ്റെന്തെങ്കിലും അഴുക്കുകൾ അതിൽ ചേരാൻ പാടില്ല. ആ ശുദ്ധമായ ഹൃദയത്തെ കൃത്യമായി അതിന് ആ ശുദ്ധിയോടുകൂടെ തന്നെ അതിലൂടെ നോക്കിയാൽ പ്രപഞ്ചത്തെ കാണാം, ലോകത്തെ കാണാം എന്ന് പഠിപ്പിച്ചു ഇസ്ലാം. അതാണല്ലോ ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പാണ് അള്ളാഹു അങ്ങനെ അവിടെ പറഞ്ഞത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹാ അത്ഭുതം, ആ മഹാത്ഭുതത്തിലേക്ക് അവനെ കൊണ്ടുവരികയാണ് അപ്പോൾ തന്നെ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ വേറെ സ്ഥലങ്ങളിൽ ധാരാളമായിട്ട് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളും ആ അത്ഭുത കലവറകളൊക്കെ വിവരിച്ച് പറയുന്നുണ്ട്. മഹാനായ സൂഫിവര്യനായ മുഹിയുദ്ദീനുൽ അറബി വിഖ്യാതമായ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. അദ്ദേഹം പ്രപഞ്ചത്തെ അള്ളാഹുവിൻ്റെ ശ്വാസം, നഫ്സുർ റഹ്മാൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രന്ഥം, ഈ ഖുർആനിൻ്റെ പാരായണത്തിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുന്നത് ഇതൊക്കെയാണ്, ഇതെല്ലാമാണ്. മനുഷ്യ സൃഷ്ടിപ്പ ഇഖ്റയിൻ്റെ ശേഷം അള്ളാഹു പറഞ്ഞെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ അള്ളാഹു മനുഷ്യനെത്തിപ്പെടാൻ പറ്റുന്ന മഹാത്ഭുതങ്ങളിലേക്ക് മനുഷ്യൻ അള്ളാഹു അതിൻ്റെ ചൂണ്ട് പലകയായിട്ട് ചില സന്ദേശങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ഫഖറു മാ തയസ്സറ മിനൽ ഖുർആൻ. നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് സൗകര്യമാകുന്നത് നിങ്ങൾ ഓതുക. ഇപ്പോഴും മുഴുവനായിട്ടും ഖുർആൻ പാരായണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് സാധ്യമാകുന്നത് ഓതിക്കോളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ പറ്റിയും ഖുർആൻ അങ്ങനെയാണ് വിശദീകരിച്ചത്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ ആ പ്രകാശം, അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനെ ഈ മഹാത്ഭുതങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മറ്റു പല ആയത്തുകളിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു യാസീനിൽ അല്ലാഹു അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ ആകാശഭൂമികളുടെ മഹാത്ഭുതങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ട്.
ഇങ്ങനെ ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും ഇതൊക്കെ കേട്ട് കണ്ട് മനസ്സിലാക്കി നല്ല ഒരു ജീവിതത്തെ നയിച്ച് നല്ലവനായി മാറി ഒരു നല്ല സമൂഹമായി വളരാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കണമെന്ന് തന്നെയാണ് ഖുർആനിൻ്റെ ആജ്ഞയും ഖുർആനിൻ്റെ കൽപ്പനയും. ഖുർആൻ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഉത്തമ സമൂഹമാണ്. എന്താണ് നിങ്ങൾ ഉത്തമ സമൂഹമാകാൻ കാരണം? നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മയെ തൊട്ട് നിങ്ങൾ തടയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ അല്ലാഹു തആല നല്ല ഒരു സമുദായത്തിൻ്റെ ഉത്തമ വിശേഷണമായി അള്ളാഹുവിടെ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ വളർച്ചയും മനുഷ്യൻ്റെ വികാസവും അള്ളാഹു ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിനാണ് അള്ളാഹു ഇഖ്റ തന്നെ ആദ്യം പറഞ്ഞത്, നിങ്ങൾ വായിക്കുക, പഠിക്കുക. പേന അപ്പോൾ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. വായിച്ച് പഠിച്ച് രേഖപ്പെടുത്തി വെക്കുന്നത് പിന്നീടുള്ള സമൂഹത്തിനിക്ക് അത് ഉൾക്കൊള്ളാനും കണ്ടെത്താനും വായിക്കാനും സഹായകമാകുന്നു. നിങ്ങൾ പഠിച്ചത് നിങ്ങൾ മനസ്സിലാക്കിയത് എഴുതി വെക്കുക. എന്നാൽ നിങ്ങൾക്ക് ശേഷമുള്ളവർക്കും വായിക്കാം. അങ്ങനെ ഈ വൈജ്ഞാനിക വിപ്ലവം അന്ത്യനാൾ വരെ അത് വലിയ ഒരു കുത്തൊഴുക്കായിട്ട് ഉണ്ടാവണം എന്ന്, അതിൻ്റെ ഒപ്പം മനുഷ്യർ സഞ്ചരിക്കണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനത്തെവരാണ് നല്ലവരെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ വായനാ ദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.